തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന തീരദേശ ഹൈവേ പദ്ധതിക്ക് വീണ്ടും ജീവൻ. 9 തീരദേശ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മഹാപദ്ധതിക്ക് ഉടൻ കരാർ ക്ഷണിക്കാനൊരുങ്ങി സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണം ആരംഭിക്കുകയാണ് ലക്ഷ്യം. 2017 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച തീരദേശ ഹൈവേ പദ്ധതിയുടെ നിർമ്മാണത്തിനായി സർക്കാർ ഉടൻ കരാർ ക്ഷണിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 625 കിലോമീറ്റർ നീളത്തിൽ 9 തീരദേശ ജില്ലകളെ ബന്ധിപ്പിച്ചാണ് ഹൈവേ നിർമ്മിക്കുന്നത്. 4 വർഷത്തിനകം പൂർത്തിയാക്കാനായിരുന്നു ആദ്യ ലക്ഷ്യം. എന്നാൽ ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസം മൂലം പദ്ധതി നീണ്ടുപോയി. അന്ന് 6500 കോടി രൂപയായിരുന്നു അടങ്കൽ. ഇപ്പോൾ ഇരട്ടിയാകുമെന്നാണ് സൂചന. ഓരോ ജില്ലയിലും 4ഉം 5ഉം ഘട്ടങ്ങളായി ഭൂമി ഏറ്റെടുക്കലും സാമൂഹികാഘാത പഠനവും നടക്കുകയാണ്. ഏറ്റെടുക്കുന്ന ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വില നിർണ്ണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററാണ് പദ്ധതിയുടെ കൺസൾട്ടൻസി. 2018 നാറ്റ്പാക് തീരദേശ ഹൈവേയുടെ വിദേശ പദ്ധതി രേഖയും അടങ്കലും കിഫ്ബിക്ക് നൽകിയിരുന്നു. ഇപ്പോൾ പുതുക്കിയ DBRഉം അടങ്കലും നാറ്റ്പാക് തയ്യാറാക്കിയിട്ടുണ്ട്. കിഫ്ബി ഇവ പരിശോധിക്കുകയാണ്. DBRന് അനുമതി ലഭിക്കുന്നതോടെ കരാർ ക്ഷണിക്കും. ദേശീയപാതയ്ക്ക് സമാന്തരമായാണ് തീരദേശ ഹൈവേ. കടലിനടുത്ത് ദേശീയപാതയുള്ള പ്രദേശങ്ങളിൽ തീരദേശ ഹൈവേ ദേശീയപാതയുടെ ഭാഗമായിരിക്കും. നിലവിലെ തീരദേശ റോഡുകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തും. 14 മീറ്റർ വീതിയിൽ തിരുവനന്തപുരം പൂവാർ മുതൽ കാസർഗോഡ് തലപ്പാട്ടിക്കടുത്തുള്ള കുഞ്ചത്തൂർ വരെയാണ് ഹൈവേ. തീരത്തോട് ചേർന്നുള്ള ഭൂമി ഏറ്റെടുക്കലിനെതിരെ ചില പ്രദേശങ്ങളിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പദ്ധതി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ ശ്രമം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ചാണ് ഹൈവേ നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.